നമസ്കാരം. നമ്മൾ ചിലപ്പോൾ വലിയ സ്വപ്നങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഊർജം തോന്നും അല്ലേ? പക്ഷേ നിങ്ങൾ പങ്കുവെച്ച ഈ കാര്യങ്ങൾ നോക്കുമ്പോൾ അതേ സമയം തന്നെ ഇതെന്നെക്കൊണ്ട് പറ്റുമോ എന്നൊരു ആ, സംശയവും വരുന്നുണ്ട്. ഒരു വശത്ത് നല്ല കോൺഫിഡൻസ്, മറുവശത്ത് ഒരു യാഥാർത്ഥ്യബോധം എന്ന് തോന്നുന്ന ഒന്ന്. ഈ ഒരു സ്വയത്തിലുള്ള വിശ്വാസവും ഉള്ളിലൊരു വിമർശകനും തമ്മിലുള്ള ഒരു സംഘർഷം, അതാണ് നമ്മളിന്ന് നിങ്ങളുടെ ഈ മെറ്റീരിയൽസ് വെച്ചൊന്ന് നോക്കുന്നത്. അതെ അതെ. ഈ വലിയ ലക്ഷ്യങ്ങളൊക്കെ കാണുമ്പോൾ ഛേ ഇതൊക്കെ നടക്കുവോ, വെറും സ്വപ്നമല്ലേ എന്നൊരു തോന്നല്. അത് സ്വാഭാവികമാണെന്ന് ഈ കുറിപ്പുകൾ പറയുന്നുണ്ട്. പക്ഷേ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ സംശയിക്കേണ്ടത് ആ വലിയ ലക്ഷ്യങ്ങളെയല്ല, ഓക്കേ. മറിച്ച് ഇതൊന്നും നടക്കില്ല എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിലെ ആ സംശയത്തെ തന്നെയാണ് സംശയിക്കേണ്ടത് എന്നാണ് ഈ ആശയങ്ങൾ പറയുന്നത്. നമ്മുടെ ആദർശങ്ങളിൽ നമ്മൾ ജീവിക്കണം, അതാണ് പ്രധാനം. കാരണം അവസാനം ഒരു സമാധാനം കിട്ടുന്നത് അതിൽ നിന്നാണ്. ഉം. നമ്മളിലുള്ളൊരു പൊട്ടൻഷ്യലും ഇപ്പോഴത്തെ അവസ്ഥയും തമ്മിൽ ഒരു ഗ്യാപ്പ്, അത് പലർക്കും ഫീൽ ചെയ്യാറുണ്ടല്ലോ. ആ ഒരു അസ്വസ്ഥത, എന്തോന്ന് ചെയ്യാനുണ്ട് പക്ഷേ എന്നൊരു തോന്നല്. നിങ്ങൾ തന്ന ഒരു കുറിപ്പിൽ ഇമിറ്റേഷന് സൂയിസൈഡ് എന്നൊരു ഭയങ്കര സ്ട്രോങ് ആയ ഒരു വാചകം കണ്ടു. അനുകരണം ആത്മഹത്യാപരമാണെന്ന്. എന്തുകൊണ്ടാണ് അത് അത്ര ശക്തമായിട്ട് പറയുന്നത്? അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം നമ്മുടെ സ്വന്തം കഴിവ്, നമ്മുടെ തനതായ ഒരു ശൈലി, അതിനെ പുറത്തു കൊണ്ടുവരുന്നതിന് പകരം നമ്മൾ വേറെ ആളെ നോക്കി അതുപോലെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ ശക്തി അതില്ലാതാവുകയാണ്. നമ്മുടെ വളർച്ച അവിടെ നിൽക്കും. അതാണ് ആ വാചകം ശരിക്കും അർത്ഥമാക്കുന്നത്. ഓക്കേ. ഓരോരുത്തർക്കും അവരുടേതായ ഒരു യുണീക്ക്നെസ് ഉണ്ട്. അത് കണ്ടെത്തണം. പക്ഷേ ഈ കണ്ടെത്തൽ അത്ര എളുപ്പമല്ല. കാരണം ഉള്ളിലൊരു പോരാട്ടം നടക്കുന്നുണ്ട് എപ്പോഴും. ആ, ശരിയാണ്. ആ പോരാട്ടത്തെക്കുറിച്ചാണോ ഈ ഉള്ളിലെ ഹീറോയും വില്ലനും എന്നൊരു ആശയം ഈ കുറിപ്പുകളിൽ പറയുന്നത്? അതെന്താണ് കൃത്യമായി? അതെ, അത് തന്നെ. നമ്മൾക്കൊരു നല്ല കാര്യം ചെയ്യണം അല്ലെങ്കിൽ ഒരു പുതിയ സ്റ്റെപ്പ് എടുക്കണമെന്ന് തോന്നുമ്പോൾ ആദ്യം വരുന്ന ഒരു ചിന്ത, ഒരു ആവേശം, അതാണ് ഹീറോ. ഉം, പക്ഷെ അത് വന്ന ഉടനെ തൊട്ടു പിന്നാലെ വരും സംശയങ്ങൾ. ഉം, അയ്യോ, ഇത് ചെയ്താൽ ശരിയാകുമോ? ഇത് സേഫാണോ? മറ്റുള്ളവരെന്ത് വിചാരിക്കും? തോറ്റുപോയാലോ? ഉം, റൈറ്റ്? ഉം, ഇതാണ് വില്ലൻ. ഉം. ഇത് നമുക്ക് വിശ്വാസപരമായ കാര്യങ്ങളിലായാലും സാധാരണ ജീവിതത്തിലെ തീരുമാനങ്ങളിലായാലും കാണാൻ പറ്റും. ഈ വില്ലന്റെ ശബ്ദമാണ് പലപ്പോഴും നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്. ശരിയാണ്. ആ സംശയങ്ങള് അത് ഭയങ്കര പരിചിതമാണ്. അപ്പോ ഈ കുറിപ്പുകൾ പറയുന്നതനുസരിച്ച് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഈ വില്ലന്റെ ശബ്ദം, ഇതിന്റെയൊക്കെ ഒരു ബഹളം മറികടന്ന് ആ ഉള്ളിലെ ഹീറോയുടെ ശബ്ദം, ആ ഒരു ആത്മവിശ്വാസം, അതെങ്ങനെയാണ് നമ്മൾക്ക് വളർത്തിയെടുക്കാൻ പറ്റുക? എങ്ങനെയാണ് ഈ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ലെങ്കിൽ നിസ്സാരതാബോധം ഒഴിവാക്കുക? ഇതിനുള്ള ഉത്തരം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രവൃത്തി, ആക്ഷൻ. അതാണ് ഈ സോഴ്സസ് ഒക്കെ അടിവരയിട്ട് പറയുന്നത്. ആക്ഷൻ. ഓക്കെ. ഉള്ളിൽ നിന്ന് ആ ഹീറോയുടെ ശബ്ദം കേൾക്കുമ്പോൾ ആ എന്താ പറയാ, ഒരു പ്രേരണ തോന്നുമ്പോൾ അത് ചിലപ്പോൾ വളരെ ചെറുതായിരിക്കാം. എന്നാലും അതിനനുസരിച്ചങ്ങ് പ്രവർത്തിക്കുക. പക്ഷെ ആ ശബ്ദം വ്യക്തമായി കേൾക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ വേണം. ശാന്തത, പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊരു ശ്രദ്ധ, കുറച്ച് ആഴത്തിലുള്ള ചിന്ത, ഈ സ്റ്റിൽനെസ്, പ്രസൻസ്, കോണ്ടംപ്ലേഷൻ എന്നൊക്കെ പറയില്ലേ, അതിലൂടെയാണ് ആ ഉള്ളിലെ ശബ്ദം കുറച്ചുകൂടി ക്ലിയർ ആവുന്നത്. ചിലപ്പോൾ നമുക്കിന്ന് ദൈവം നേരിട്ട് നമ്മളോട് സംസാരിക്കും, വഴി കാണിക്കും എന്നൊക്കെയുള്ള ചിന്ത കുറവായിരിക്കാം. പക്ഷെ അങ്ങനെയൊരു സാധ്യതയും ഈ ആശയങ്ങൾ തള്ളിക്കളയുന്നില്ല. നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഫലം പുറത്തെന്താണെങ്കിലും ചിലപ്പോൾ വിജയിക്കാം, പരാജയപ്പെടാം, ആളുകൾ പ്രശംസിച്ചേക്കാം, പരിഹസിച്ചേക്കാം. അതൊന്നും നമ്മുടെ ഉള്ളിലെ ആ ഒരു സമാധാനത്തെ ബാധിക്കാൻ പാടില്ല എന്നാണോ? ആ പ്രവൃത്തിയിൽ തന്നെ ഒരു സംതൃപ്തി കണ്ടെത്തണം എന്നാണോ? അതെ, കൃത്യമായി അതാണ്. ആ ഒരു ആന്തരികമായ ചേർച്ച, അതാണ് ഏറ്റവും പ്രധാനം. പുറത്തുനിന്ന് എന്ത് റിയാക്ഷൻ വരുന്നു എന്നുള്ളത്, അത് കയ്യടിയോ കല്ലേറോ ആകട്ടെ, അത് നിങ്ങളുടെ ശ്രദ്ധയെ ഉള്ളിലെ ശബ്ദത്തിൽ നിന്ന് മാറ്റുന്നുണ്ടെങ്കിൽ, അപ്പോൾ വീണ്ടും നമ്മൾ ഉള്ളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരണം. ശരി. ഓരോ അനുഭവത്തിൽ നിന്നും പഠിക്കുക, എന്നിട്ട് വീണ്ടും ആ ഉള്ളിലെ ശബ്ദത്തിൽ നിന്ന് പ്രവർത്തിക്കുക. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ചെയ്ത് പഠിക്കാനേ പറ്റൂ. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ നൽകിയ ഈ വിവരങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഐഡിയൽസ്, നമ്മുടെ ആദർശങ്ങൾ മുറുകെ പിടിക്കുക, ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങളെ സംശയിക്കുക, എന്നിട്ട് ഉള്ളിലെ ആ ഒരു ആധികാരികമായ ശബ്ദം കേട്ട് പ്രവർത്തിക്കുക. അതെ,
യഥാർത്ഥ സമാധാനം പുറത്തുനിന്നുള്ള അപ്രൂവലിലല്ല, മറിച്ച് ആ ഉള്ളിലെ ഒരു സത്യസന്ധതയിലാണ്, അല്ലേ? തീർച്ചയായും. ഇനി നിങ്ങൾക്കായിട്ട് ഒരു ചിന്ത പങ്കുവയ്ക്കട്ടെ. ഈ ഉള്ളിലെ ശബ്ദമനുസരിച്ചുള്ള പ്രവൃത്തിയാണ് ഏറ്റവും പ്രധാനമെന്നും പുറമേ നിന്നുള്ള ഫലങ്ങളും മറ്റുള്ളവരുടെ പ്രതികരണങ്ങളും പലപ്പോഴും ഇതിന് തടസ്സമാകുമെന്നും നമ്മളിപ്പോൾ കണ്ടല്ലോ. ഉം. അങ്ങനെയെങ്കിൽ ആ പുറത്തുള്ള ബഹളം കുറച്ചിട്ട് നിങ്ങളുടെ ഉള്ളിലെ ആ വഴികാട്ടുന്ന ശബ്ദത്തിന് കൂടുതൽ വ്യക്തമായിട്ട് കാതോർക്കാൻ നിങ്ങൾക്കിന്ന് എന്ത് ചെറിയൊരു മാറ്റം വരുത്താൻ പറ്റും? ഒരുപക്ഷേ ആ ശാന്തമായ ശബ്ദം ശരിക്ക് കേൾക്കാൻ ഏതെങ്കിലും ഒരു ശീലത്തെയോ അല്ലെങ്കിൽ ഒരു ബന്ധത്തെയോ നിങ്ങളൊന്ന് പുനഃപരിശോധിക്കേണ്ടതുണ്ട്.